മണിപ്പൂർ വിഷയത്തിൽ കുറിച്ച് മൗനം വെടിയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സാഹചര്യം സൂക്ഷ്മമായി കൈകാര്യം ചെയ്തതെന്നാണ് പ്രതികരണം. അസം ട്രിബ്യൂൺ എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങണി. ബൽറാം, അന്ന് അവിടെ എല്ലാവരുടെയും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച, നഗ്നരാക്കി ബലാത്സംഗം ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിനെ തുടർന്നാണ് ആദ്യമായി പ്രധാനമന്ത്രിയുടെ മനസ്സിൽ ഒരു പ്രതികരണം, കുറച്ച് മാത്രമുള്ളൊരു പ്രതികരണം വന്നത് ഏതാനും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. ഇതിപ്പോൾ ഏത് രീതിയിൽ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു മണിപ്പൂർ കത്തിയപ്പോൾ എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്? വിശദമായി പറയുന്നുണ്ടോ ബൽറാം? ഹാഷ്മി, നേരത്തെ മണിപ്പൂരിൽ സാഹചര്യം അതീവ രൂക്ഷമായിരുന്ന ഘട്ടത്തിൽ പാർലമെന്റിൽ ദിവസങ്ങളോളം പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയും തുടർന്ന് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി വിഷയം സംസാരിച്ചുവെങ്കിലും പ്രചരണ വേദികളിൽ എവിടെയും അല്ലെങ്കിൽ അഭിമുഖങ്ങളിലോ പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അസം ട്രിബ്യൂൺ എന്ന അസമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രി മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കുന്നത്. മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യവും അവിടെ കൊണ്ടുവന്ന വികസന പദ്ധതികളും കുറിച്ച് സംസാരിക്കുന്നതിനൊപ്പമാണ് മണിപ്പൂരിലെ സാഹചര്യവും പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ സൂക്ഷ്മമായാണ് കൈകാര്യം ചെയ്തത് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. കേന്ദ്രത്തിന്റെ സംയോജിതമായ ഇടപെടലിലാണ് മണിപ്പൂരിനെ രക്ഷിച്ചതെന്നും മണിപ്പൂർ വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ നടപടികളെ പ്രകീർത്തിക്കുകയാണ് പ്രധാനമന്ത്രി. 15 യോഗങ്ങൾ ആഭ്യന്തരമന്ത്രി ചേർന്നു എന്നും ഒപ്പം തന്നെ മണിപ്പൂർ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്ദർശിച്ചു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മണിപ്പൂരിലെ സാഹചര്യങ്ങൾ നിലവിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നും സംഘർഷം പരിഹരിക്കുന്നതിനായി കഴിയാവുന്നതിൽ ഏറ്റവും മികച്ച ഭരണ സംവിധാനങ്ങളും വിഭവങ്ങളും പ്രയോജനപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറയുന്നു. ദുരിതാശ്വാസ പുനരധിവാസ നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്നുമാണ് പ്രധാനമന്ത്രി ഈ അഭിമുഖത്തിൽ വ്യക്തം